ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, നമ്മളെ നാളെ പരലോകത്ത് വിചാരണ നടത്തുന്ന, സൃഷ്ടിച്ച് ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് തന്ന അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്ത് നമുക്ക് ഉപകാരമുള്ളതൊക്കെ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതേപോലെ ഈ ലോകത്ത് നമുക്ക് ഉപദ്രവമുള്ളതും കാര്യമില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ വിരോധിച്ചിട്ടുമുണ്ട്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച കാര്യങ്ങളിൽ മനുഷ്യനൊരു ഉപകാരവും കണ്ടെത്താൻ സാധിക്കുകയില്ല. അതേപോലെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ച കാര്യങ്ങളിൽ എമ്പാടും ഉപകാരങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. സൽക്കർമ്മങ്ങളെ സൽക്കർമ്മങ്ങളായി കാണാനും ധാരാളമായി അത് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖിനെ അല്ലാഹു തആല നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. സൽക്കർമ്മങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒന്നായി നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച കാര്യമാണ് ഇന്നാ ഹബ്ബൽ അഅ്മാലി ഇലല്ലാഹി ബഅദൽ ഫറാഇദി ഇദ്ഖാലു സുരൂരി അലാ മുസ്ലിം. ഫറദായ കർമ്മങ്ങൾക്ക് ശേഷം, ഫറദായ നോമ്പിന് ശേഷം, ഫറദായ നമസ്കാരത്തിന് ശേഷം, ഫറദാക്കപ്പെട്ട ഹജ്ജിന് ശേഷം, സക്കാത്തിന് ശേഷം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഒരു മുസ്ലിമിന് സന്തോഷം നൽകലാണ്. ഒരു മുസ്ലിമിന് സന്തോഷം നൽകലാണ്. പലതരത്തിലുള്ള വ്യക്തിത്വങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും, പലരായും കണ്ടിട്ടുണ്ടാകും. നമ്മൾ എങ്ങനെയാണ് എന്നാണ് ചിന്തിക്കേണ്ടത്. മറ്റുള്ളവരുടെ സ്വഭാവങ്ങൾ വിലയിരുത്തുന്നതിന് പകരം സ്വന്തം സ്വഭാവങ്ങളെ വിലയിരുത്തുന്നവനാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ. അൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അന്ന റജുലൻ ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, അല്ലാഹുവിൻ്റെ ദൂതരെ, അയ്യുന്നാസു അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിൽ ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടം അല്ലാഹുവിന് ആരെയാണ്? അയ്യുൽ അഅ്മാലി അഹബ്ബു ഇലല്ലാഹ്, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മം ഏതാണ് എന്ന് ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറയുകയാണ്, അഹബ്ബുന്നാസി ഇലല്ലാഹ് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്നവനാണ് ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തി. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി ആരാണ്?
ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം ചെയ്യുന്നവൻ. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട വ്യക്തിയായി മാറാൻ ശ്രമിക്കാറുണ്ടോ ഇല്ലേ? ആലോചിച്ചു നോക്കണം. അഹബ്ബുൽ അഅമാലി ഇലല്ലാഹി സുറൂറുൻ തുദ്ഖിലു അലാ മുസ്ലിമിൻ. ഒരു മുസ്ലിമിനോട് ഏറ്റവും സന്തോഷത്തോടുകൂടി അവന് സന്തോഷം നൽകുന്ന രൂപത്തിൽ അവനിലേക്ക് ചെന്നടുക്കലാണ്, അവനിലേക്ക് പ്രവേശിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം. അവൻ്റെ ഒരു ബുദ്ധിമുട്ട്, ഒരു മുസ്ലിമിൻ്റെ ബുദ്ധിമുട്ട് നീക്കുക. അല്ലെങ്കിൽ അവൻ്റെ വിശപ്പകറ്റുക. അല്ലെങ്കിൽ അവൻ്റെ കടം വീട്ടിക്കൊടുക്കുക. ഒരു സുഹൃത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ആ സുഹൃത്തിൻ്റെ കൂടെ സഞ്ചരിക്കുക, നടക്കുക എന്നത് അഹബ്ബു ഇലൈക മിൻ അൻ അഅ്തകിഫ ഹാദൽ മസ്ജിദ്. ഈ മദീന പള്ളിയിൽ ഒരു മാസം ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഒരു മുസ്ലിമായ സുഹൃത്തിൻ്റെ കൂടെ, ഒരു മുസ്ലിമിൻ്റെ കൂടെ അവൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി സഞ്ചരിക്കലാണെന്ന് നബിയുനാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹൃദയത്തിൽ സന്തോഷം നിറക്കുക എന്നത് ഏറ്റവും വലിയ പ്രവർത്തനമാണ്. നമ്മുടെ സഹോദരിമാർക്കായാലും നമ്മുടെ ഉമ്മമാർക്കായാലും നമ്മുടെ വീട്ടിലെ വയസ്സുള്ള വാർദ്ധക്യം വന്ന നമ്മുടെ ഉപ്പക്കായാലും ഉമ്മക്കായാലും നാട്ടുകാരനായാലും ആരുടെയെങ്കിലും മനസ്സിൽ ഒരു തരിമ്പ് സന്തോഷം നിറക്കാൻ നമുക്ക് സാധിച്ചാൽ അത് ഈ ലോകത്തിൽ അല്ലാഹു ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങളിൽ ഏറ്റവും നല്ല പ്രവർത്തനമാണ് നബിയുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. മറ്റൊരാളുടെ പ്രയാസങ്ങൾക്കിടയിൽ അവർക്ക് ആശ്വാസം നൽകുന്നത് വലിയ ഇബാദത്താണ്. നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരും. നീ വെറുതെയല്ല ഈ ഉരുകുന്നത്. നീ ഉരുകുമ്പോൾ നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്, നിന്റെ ദറജ വർദ്ധിപ്പിച്ച് ലഭിക്കുന്നുണ്ട്. നീ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലം തരുമെന്ന് പറയാൻ സാധിച്ചാൽ അത് വലിയ ആശ്വാസമായിരിക്കും. ഒരാളുടെ സങ്കടം മാറ്റി അയാൾക്ക് ആശ്വാസം നൽകുക, അയാളെ ഒന്ന് ചിരിപ്പിക്കുക, അല്ലെങ്കിൽ അയാളുടെ മനസ്സിൽ ഒരു ഭാരം കുറക്കുക എന്നിവയാണ് യഥാർത്ഥത്തിൽ സന്തോഷത്തോടുകൂടി ഒരു മുസ്ലിമിൻ്റെ അടുത്ത് പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ. ഇത് പണം കൊണ്ട് ലഭിക്കുന്ന കാര്യമല്ല, വാക്കുകൊണ്ടും പെരുമാറ്റം കൊണ്ടും സാധ്യമാണ്. അൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. ഇഹ്സാനിന്, നന്മക്ക് നന്മയല്ലാതെ പ്രതിഫലം ലഭിക്കുകയില്ല. മരുഭൂമിയിൽ തളർന്നു നിൽക്കുന്നവന് ലഭിക്കുന്ന ഒരു തണൽ പോലെയാണ്, ഒരു തണി പോലെയാണ്, ഒരു വെള്ളം പോലെയാണ്. ഉള്ളിൽ സങ്കടങ്ങളേറ്റി മരുഭൂമിയായി കഴിയുന്ന ഒരു മനുഷ്യൻ്റെ മനസ്സിലേക്ക് ആശ്വാസത്തിൻ്റെ നീരുറ്റിച്ചു കൊടുക്കുമ്പോൾ അവനുണ്ടാകുന്ന സന്തോഷം മരുഭൂമിയിൽ വെള്ളം ലഭിച്ചവനെ പോലെ, മരുഭൂമിയിൽ തണൽ ലഭിച്ചവനെ പോലെയാണ്. നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി പുഞ്ചരിക്കുന്നത് സ്വതക്കയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. സ്വതക്കയെ ഇസ്ലാം പ്രേരിപ്പിച്ചിട്ടുണ്ട്. സ്വതക്കയ്ക്ക് ധാരാളം ശ്രേഷ്ഠതകൾ പറഞ്ഞിട്ടുണ്ട്. ഈ സ്വതക്കയിൽപ്പെട്ടതാണ് തൻ്റെ സുഹൃത്തിനെ കണ്ടൊന്ന് പുഞ്ചിരിക്കുക എന്നത്. കേവലം ഒരു പുഞ്ചിരി പോലും അല്ലാഹു തആല ഇബാദത്തായി എണ്ണിയ കാര്യമാണ്. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നു, അന്നല്ലാഹു തആല കരീമുൻ യുഹിബ്ബുൽ കറം. അല്ലാഹു ആദരിക്കുന്നവനാണ്, മാന്യനാണ്. അവൻ മാന്യതയെ, ആദരവിനെ ഇഷ്ടപ്പെടുന്നു. വമൻ റഹിമ ഇബാദഹു റഹിമഹുല്ലാഹ്. ആരെങ്കിലും അടിമകൾക്കിടയിൽ അല്ലെങ്കിൽ അടിയാറുകൾക്കിടയിൽ തമ്മിൽ ബന്ധം സ്ഥാപിച്ചാൽ റഹിമഹുല്ല, അവൻ അല്ലാഹുവിൻ്റെ കാരുണ്യം കിട്ടും, അല്ലാഹുവിൻ്റെ ബന്ധം കിട്ടും. അമൻ അദ്ഖല സുറൂരി അലാ ഖൽബി ഗൈരി അദ്ഖല അല്ലാഹു സുറൂറ അലാ ഖൽബിഹി ഫി ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിൽ ഒരാൾക്ക് സന്തോഷം നൽകുകയാണെങ്കിൽ അല്ലാഹു ഈ ലോകത്തും പരലോകത്തും അവൻ്റെ ഹൃദയത്തിന് സന്തോഷം നൽകും. ഹൃദയങ്ങളെ സന്തോഷിപ്പിക്കുന്നവർക്ക് അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകും. നാം മറ്റൊരാൾക്ക് നൽകുന്ന ആശ്വാസമുണ്ടല്ലോ, അത് നാളെ പരലോകത്ത് നമുക്ക് ആശ്വാസമായി മാറും. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ലിയകുൻ ഹദ്ദുൽ മുഅ്മിനി മിൻക സലാസ. വിശ്വാസികളോട് നീ കാണിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. എന്താണ് ഒന്നാമത്തെ കാര്യം? ഇല്ലം തൻഫഉഹു ഫലാ തദുറുഹു. ഇല്ലം തൻഫഉഹു ഫലാ തദുറുഹു. അവൻ ഉപകാരം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത്. ഉപകാരം ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും ഉപദ്രവിക്കരുത്. വഇല്ലം തഫ്രിഹ് ഫലാ തഗുമ്മഹു. അവനെ സന്തോഷിപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവനെ വിഷമിപ്പിക്കരുത്. ഒരു വിശ്വാസിയെ, ഒരു മുസ്ലിമിനെ ഒരാൾക്കും വിഷമിപ്പിക്കാൻ അർഹതയില്ല. നമ്മുടെ മക്കളാണെങ്കിലും പേരമക്കളാണെങ്കിലും ഭാര്യയാണെങ്കിലും ഉപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും നാട്ടുകാരനാണെങ്കിലും കസ്റ്റമറാണെങ്കിലും
കച്ചവടക്കാരനാണെങ്കിലും ആരെയും വിഷമിപ്പിക്കാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല. വഇല്ലം തംതഹു ഫലാ തദുമ്മഹു. ഒരാളെ പുകഴ്ത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും ഇകഴ്ത്താൻ ശ്രമിക്കരുതെന്ന് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എങ്ങനെ ഹൃദയങ്ങളിൽ സന്തോഷം നിറക്കാൻ സാധിക്കും? ഒന്നാമത്തത് തഖ്ദീർ, അംഗീകാരം നൽകുക. ഒരാൾ ചെയ്ത ഒരു നല്ല കാര്യത്തെ ഒരു തംസപ്പ് കൊടുത്ത് അല്ലെങ്കിൽ ഒന്ന് ചിരിച്ച്, നീ അത് ചെയ്തത് കൃത്യമായ സമയത്താണ്, നീ അത് ചെയ്തത് കൊണ്ട് എന്തൊക്കെ ഉപകാരമുണ്ടായി എന്ന് നിനക്കറിയുമോ, നീ ആ സമയത്ത് പ്രവർത്തിച്ചത് വിവേകപൂർണമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. നിങ്ങൾ ചെയ്ത കാര്യം നന്നായിട്ടുണ്ട്, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം നന്നായിട്ടുണ്ട്, നീ പറഞ്ഞ ആ വാചകം യഥാർത്ഥത്തിൽ അവിടെ പറയേണ്ട വാചകമായിരുന്നു എന്ന് പറയാൻ എത്ര ചെലവുണ്ടായിരിക്കും? ഒരു ചെലവുമില്ലല്ലോ. അതേപോലെ സമ്മാനങ്ങൾ നൽകുക, ഹദിയ നൽകുക. തഹാദു തഹാബു, നിങ്ങൾ പരസ്പരം സമ്മാനം കൈമാറുക, എങ്കിൽ നിങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കും എന്ന ഒരു ഹദീസ് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചെറിയൊരു സമ്മാനം പോലും വലിയ സ്നേഹമുണ്ടാക്കും. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഗൾഫിൽ നിന്ന് വന്നൊരു സുഹൃത്ത് നമുക്കൊരു വാച്ച് തന്നാൽ എന്തായിരിക്കും ആ സുഹൃത്തിനോട് ആ വാച്ച് കിട്ടുന്നതിൻ്റെയും മുമ്പും കിട്ടുന്നതിൻ്റെ ശേഷവുമുള്ള ബന്ധം എങ്ങനെയായിരിക്കും? വ്യത്യാസം എന്തായിരിക്കും? ഒരു പേന എഴുതാൻ കൊടുക്കുമ്പോൾ ആ പേന എഴുതാൻ കൊടുത്തിട്ട് നിനക്കത് സൂക്ഷിക്കാൻ കഴിയുമെങ്കിൽ, നിനക്ക് ഉപകാരപ്പെടുമെങ്കിൽ ആ പേന നീ എടുത്തോ എന്ന് പറഞ്ഞ് തിരിച്ചു പോരുമ്പോൾ എത്ര വലിയ സന്തോഷമായിരിക്കും അയാൾക്കുണ്ടായിരിക്കുക. അതേപോലെ സന്തോഷം നൽകാൻ പറ്റുന്ന ഒരു കാര്യമാണ് സലാം പറയുക എന്നുള്ളത്. സ്നേഹത്തോടെ പുഞ്ചിരിയോടെ സലാം പറയുകയും ഹൃദയം നിറഞ്ഞ് സലാം പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹത്തിൻ്റെ ആഴവും ബന്ധവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ വിഷമങ്ങളിൽ കൂടെ നിൽക്കുക. ഒരാൾ രോഗിയായിരിക്കുമ്പോൾ അയാളെ സന്ദർശിക്കുന്നില്ലെങ്കിൽ അത് മോശമായ ഒരു ഏർപ്പാടാണ്. ഒരു രോഗിയെ സന്ദർശിക്കുമ്പോൾ, രോഗികളായി കിടന്നവർക്കറിയാം, കാലൊടിഞ്ഞ് കിടന്നവർക്കറിയാം, വീട്ടിൽ നിന്ന് ഇറങ്ങാൻ കഴിയാതെ കിടന്നവർക്കറിയാം, തളർവാദം പിടിച്ച് കട്ടിലിൽ കിടക്കുന്നവർക്കറിയാം, ഒരാൾ വരികയെന്നത് അയാളുടെ ജീവിതത്തിൽ അന്നത്തെ ഏറ്റവും വലിയ സന്തോഷമായിരിക്കും. അങ്ങനെ സന്ദർശിക്കാൻ നമുക്ക് സാധിക്കണം. രോഗികളെ സന്ദർശിച്ച് വെറുപ്പിച്ച് വിഷമിപ്പിക്കാതെ അവിടെ അടുത്ത് ചെന്ന് ആശ്വാസകരമായ വാക്ക് പറഞ്ഞ് അവരെ സന്തോഷിപ്പിച്ച് തിരിച്ചു പോരാൻ നമുക്ക് സാധിക്കണം. രണ്ടാമത്തെ കാര്യം, പ്രയാസങ്ങൾ അകറ്റി നിർത്തണം. ഒരാൾ അനുഭവിക്കുന്ന മാനസികമോ ശാരീരികമായ പ്രതിസന്ധികളിൽ തുണയാവുക എന്നത് ജീവിതം പരീക്ഷണങ്ങളുടെ ഒരു കളിയരങ്ങാണ്, വേദിയാണ്. രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, കുടുംബ പ്രശ്നം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവർ, മാനസികമായ പ്രയാസങ്ങൾ കൊണ്ട് മനുഷ്യന് ഓരോ തരത്തിലുള്ള കുർബത്തുകൾ അനുഭവിക്കുന്നുണ്ട്. ഈ കുർബത്തിൻ്റെ ഭാരം കുറക്കാൻ, അവരെ ഒന്ന് കേൾക്കാൻ, അവർ പറഞ്ഞത് മനസ്സിലാക്കാൻ, അവരെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് അറിയിക്കാൻ, അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമെന്ന് വസിയത്ത് ചെയ്യാൻ സാധിച്ചാൽ അതാണ് പ്രയാസങ്ങൾ അകറ്റാനുള്ള ഏറ്റവും നല്ല മാർഗം. മറ്റുള്ളവരുടെ സംസാരം കേൾക്കുക വലിയ പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ്. കാരണം ഈ ലോകത്ത് ആരെയും കേൾക്കാൻ ആർക്കും സമയമില്ല. മൻ നഫ്ഫസ അൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബി ദുനിയ നഫ്ഫസല്ലാഹു അൻഹു ഖുർബതൻ മിൻ ഖുറബി യൗമിൽ ഖിയാമ. ആരാണോ ഒരു വിശ്വാസിയുടെ ഐഹികമായ വിഷമങ്ങളിൽ ഒന്ന് നീക്കിക്കൊടുക്കുന്നത്, അന്ത്യദിനത്തിൽ പ്രയാസങ്ങളിൽ നിന്നൊരു പ്രയാസം അള്ളാഹു അവനിൽ നിന്നും നീക്കിക്കൊടുക്കും. അന്ത്യദിനത്തിലെ വിചാരണയും അവിടുത്തെ ഭയാനകമായ അവസ്ഥകളും നാം ഓർമ്മിക്കേണ്ടതുണ്ട്. ആ ഘട്ടത്തിൽ നമുക്കൊരാശ്വാസം ലഭിക്കുന്നു. എവിടെ നിന്നാണ് ഈ ആശ്വാസം ലഭിക്കാൻ കാരണമെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ ആശ്വസിപ്പിച്ച ഒരു ചെറിയ വാക്കാണ് അതിൻ്റെ കാരണമെന്നറിയുമ്പോൾ എത്ര വലിയ സന്തോഷമായിരിക്കും നാളെ പരലോകത്തുണ്ടായിരിക്കുക. പ്രായോഗികമായ വഴികൾ സ്വീകരിക്കുക, അന്വേഷിച്ചു ചെല്ലുക. വിഷമങ്ങൾ കൊണ്ട് പുറത്തു പറയാൻ മടിക്കുന്നവരുണ്ടാകും. ഒരാൾക്കൊരു പ്രയാസം വന്നാൽ അയാളുടെ ആ വിഷമം നമ്മൾ അറിഞ്ഞിട്ടുണ്ടാകും, അയാൾക്കത് പറയാൻ ആരും ഉണ്ടാവുകയില്ല. ആ സമയത്ത് നമ്മളെ കാണുകയും നമ്മളോട് സംസാരിക്കുകയും ചെയ്യുക. ദുഃഖം പറഞ്ഞാൽ ദുഃഖം പകുതിയാകും, സന്തോഷം പറഞ്ഞാൽ സന്തോഷം ഇരട്ടിയാകും. സന്തോഷിക്കുന്നവൻ്റെ അടുത്ത് ചെന്നും നമ്മൾ കേൾക്കണം, ദുഃഖിക്കുന്നവൻ്റെ അടുത്ത് ചെന്നും നമ്മൾ കേൾക്കണം. അവിടെ മുഖഭാവത്തിൽ നിന്നും പെരുമാറ്റത്തിൽ നിന്നും അവിടെ പ്രയാസങ്ങൾ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ സാധിക്കണം. എന്താണ് നീ ചിന്തിക്കുന്നത്, എന്താണ് നിൻ്റെ മുഖത്തൊരു വിഷമം എന്ന് ചോദിക്കാനും പറയാൻ കഴിയുമെങ്കിൽ പറയുകയാണെങ്കിൽ എന്നാലാവുന്നത് ചെയ്യാം, അല്ലെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു എന്ന് പറയാനുള്ള ഒരു മനസ്സുണ്ടായാൽ മറ്റുള്ളവരുടെ വിഷമങ്ങളെ ദൂരീകരിക്കാൻ നമുക്ക് സാധിക്കും. മധ്യസ്ഥത വഹിക്കുക. കുടുംബങ്ങൾ തമ്മിലോ വ്യക്തികൾ തമ്മിലോ ഉള്ള പ്രശ്നം പരിഹരിച്ച് അവർക്കിടയിൽ പ്രയാസം തീർക്കൽ വലിയ പുണ്യമാണ്.
പ്രയാസം തീർക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യണം. രണ്ടു ഭാഗവും കേൾക്കുക, മതിയാവോളം കേൾക്കുക. അതിനുശേഷം രണ്ടു ഭാഗത്തെയും നന്മ എന്തെന്ന് പറയുക. അതിനുശേഷം എന്താണ് അവർക്കിടയിൽ സംഭവിച്ച തിന്മയെന്ന് സൂചിപ്പിച്ച് ആ തിന്മയിൽ നിന്ന് വിട്ടുനിൽക്കാനും പരസ്പരം രഞ്ജിപ്പോടുകൂടി പോകാനും പറയുമ്പോൾ രണ്ട് കുടുംബങ്ങളെ യോജിപ്പിക്കുമ്പോൾ വലിയ പ്രതിഫലമാണ് നാളെ പരലോകത്ത് ലഭിക്കുക. ശാരീരികമായ സഹായം ചെയ്യണം. പ്രയാസമുള്ളവർക്ക്, രോഗികൾക്ക് ദൈനംദിനമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്യാൻ കഴിയാത്തയാളെ നമ്മൾ ദിവസവും സഹായിക്കുകയാണെങ്കിൽ എത്ര വലിയ പ്രതിഫലമാണ് അതുകൊണ്ട് ലഭിക്കുക. മൂന്നാമത്തെ കാര്യം കടം വീട്ടിക്കൊടുക്കൽ. തഖ്ലിയൻ ഹുദൈന, കടം കാരണം ജീവിതം വഴിമുട്ടവരെ സഹായിക്കുക അള്ളാഹുവിൻ്റെ വലിയ കാരുണ്യത്തിന് കാരണമാകും. കടക്കാരന് സാവകാശം നൽകുന്നവനോ അത് ഇളവ് ചെയ്തു കൊടുക്കുന്നവനോ അള്ളാഹു തൻ്റെ സിംഹാസനത്തിൻ്റെ തണൽ കൊടുക്കും. അർശിൻ്റെ തണൽ കിട്ടുന്ന കാര്യമാണത്. കടബാധ്യത കാരണം ആത്മഹത്യയുടെ വക്കിലെത്തിയ എത്രയോ മനുഷ്യർ നമുക്ക് ചുറ്റുമുണ്ട്. ഒരാളുടെ സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് അവനെ മോചിപ്പിക്കാനുള്ള വഴി പറഞ്ഞു കൊടുത്താലും, അല്ലെങ്കിൽ അതിനുള്ള പണം കൊടുത്താലും, അല്ലെങ്കിൽ അതിനുള്ള പരിഹാരത്തിലേക്ക് മുന്നിട്ടിറങ്ങി ചിന്തിച്ചാലും വലിയ പ്രതിഫലമാണ് കിട്ടുന്നത്. വല്ല ഞെരുക്കക്കാരനും ഉണ്ടായെങ്കിൽ ഒരു സൗകര്യം ഉണ്ടാകുന്നത് വരെ കാത്തിരിക്കലാണ് വേണ്ടത്. നിങ്ങൾ ധർമ്മമാക്കി വിട്ടുകൊടുക്കലാവട്ടെ നിങ്ങൾക്ക് ഉത്തമവുമാകുന്നു. നിങ്ങൾക്കറിയാമെങ്കിൽ കടമുണ്ടായാൽ അവൻ അത് വീട്ടാൻ സൗകര്യം ലഭിക്കുന്നത് വരെ കാത്തിരിക്കുക, അല്ലെങ്കിൽ ആ കടം വിട്ടുകൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല റഹിമല്ലാഹു റജുലൻ സംഹൻ ഇദാ ബഅ വഇദ ഇശ്തറ വഇദ ഖതല. ജാബിർ ഇബ്നു അബ്ദുല്ലാ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിൽക്കുകയും വാങ്ങുകയും ചെയ്യുമ്പോഴും കിട്ടാനുള്ള തൻ്റെ അവകാശം കടം ചോദിക്കുമ്പോഴും ഉദാരത കാണിക്കുന്നവനെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ. സമൂഹുണ്ടായിരിക്കണം, ഉദാരമായി ചോദിക്കണം, ഉദാരമായി സംസാരിക്കണം. മൻ അറാദ അൻ തുസ്തജാബ ദഅവതുഹു അൻ തക്ശഫ ഖുർബതൻ വഫൽയുഫജ്ജിഹ അൻ മുഅ്സരിൻ. ആർക്കെങ്കിലും തൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, അതിൻ്റെ വിഷമങ്ങൾ അകലണമെന്നും ആഗ്രഹമുണ്ടെങ്കിൽ പ്രയാസപ്പെട്ട കടക്കാരൻ ആശ്വാസം നൽകട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു എന്ന സഹാബിക്ക് ഒരാൾ പണം നൽകാനുണ്ടായിരുന്നു. അദ്ദേഹം കടക്കാരൻ അന്വേഷിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അയാൾ ഉള്ളിൽ ഒളിച്ചിരുന്നു. ഒടുവിൽ അയാളെ കണ്ടുമുട്ടിയപ്പോൾ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അദ്ദേഹത്തോട് ഇയാൾ പറയുകയാണ്, എനിക്ക് വലിയ പ്രയാസമാണ്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾ വരുമ്പോൾ മാറി നിന്നത്. അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലാഹുവാണേ സത്യമാണോ താങ്കൾ പറയുന്നത്? അതേ, അല്ലാഹുവാണേ സത്യം, എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് കടം തിരിച്ചടക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എങ്കിൽ ഞാൻ നിന്റെ കടം ഒഴിവാക്കി തന്നിരിക്കുന്നു. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ആരാണോ ഒരു കടക്കാരൻ ആശ്വാസം നൽകുന്നത് അന്ത്യനാളിലെ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു അവനെ രക്ഷിക്കും. അന്ത്യനാളിലെ പ്രയാസങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കും. പ്രായോഗിക വഴികൾ സ്വീകരിക്കണം. കടം എഴുതിത്തള്ളുക എന്നതാണ് ഒന്ന് പ്രായോഗിക വഴി. നിങ്ങളിൽ നിന്ന് കടം വാങ്ങിയ ഒരാൾ സഹോദരൻ അത് തിരിച്ചു നൽകാൻ തീരെ കഴിയില്ലെന്ന് കണ്ടാൽ അള്ളാഹുവിൻ്റെ പ്രീതിക്കായി അത് വിട്ടുകൊടുക്കുമ്പോൾ കടം കൊടുത്ത് സഹായിച്ചതിൻ്റെ പ്രതിഫലവും സ്വതക്ക നൽകി സഹായിച്ചതിൻ്റെ പ്രതിഫലവും ഇരട്ടി പ്രതിഫലം ലഭിക്കും. രണ്ടാമത്തത് സാവകാശം നൽകുക. കടക്കാരന് ബുദ്ധിമുട്ടാണെങ്കിൽ അവൻ്റെ ആശ്വാസം സാവകാശം നൽകുക. കുറേശ്ശെയായി അടക്കാൻ പറയുക. ഇന്ന സമയം കൊണ്ട് അടച്ചാൽ മതി, നീ കിട്ടുന്നത് ഏൽപ്പിച്ചാൽ മതി, ഒന്നിച്ചു തരേണ്ടതില്ല എന്ന് പറഞ്ഞ് ആശ്വാസം നൽകാൻ പറ്റും. മൂന്നാമത്തത് മധ്യസ്ഥത. മറ്റൊരാളുടെ കടം വീട്ടാൻ സഹായിക്കുന്ന ഫണ്ടുകളോ കൂട്ടായ്മകളോ ഉണ്ടെങ്കിൽ അതിൽ പങ്കാളികളാവുക. നാലാമത്തെ കാര്യം വിശപ്പകറ്റുക എന്നതാണ്. ഭക്ഷണം നൽകുക എന്നത് ഇസ്ലാമിലെ ഏറ്റവും വലിയ ഒരു സൽക്കർമ്മമാണ്. മിസ്കീനിനും യതീമിനും അസീറിനും നിങ്ങൾ ഭക്ഷണം നൽകണമെന്ന് അള്ളാഹു ഖുർആനിലൂടെ നമ്മളോട് പറയുന്നു. ഭക്ഷണം നൽകുക എന്നത് മനുഷ്യത്വത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജായിൻ ഇലാ
ജംബിഹി, തൻ്റെ അയൽവാസിന് പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ചുണ്ണുന്നവൻ വിശ്വാസിയല്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അയൽപ്പക്കത്തേക്കൊന്ന് തിരിഞ്ഞു നോക്കണം, അവിടെ എന്താണ് സ്ഥിതി എന്ന് ആലോചിക്കണം. അത് ജീവിതത്തിലെ ഈ വലിയ അയൽവാസികളോടുള്ള വലിയ കടപ്പാടാണ്. അസ്മാ ബിൻത് അബൂബക്കർ റളിയല്ലാഹു അൻഹ പറയുന്നു, എന്നോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ധനം സൂക്ഷിച്ചു വെച്ച് പാത്രത്തിൻ്റെ വായ് മൂടിക്കെട്ടി വെക്കരുത്, അപ്പോൾ അല്ലാഹു നിനക്കൊന്നും തരാതെ മൂടിക്കെട്ടി വെക്കും. പണം മൂടിക്കെട്ടിയവന്, പണം അക്കൗണ്ടിൽ സൂക്ഷിച്ചവന്, അവൻ അതൊന്നിനും എടുക്കാതെ പിശുക്കിയവന്, അവൻ്റെ ധനം അവന് ഉപകാരപ്പെടാതിരിക്കും. മറ്റൊരു റിപ്പോർട്ടിൽ നീ എണ്ണി തിട്ടപ്പെടുത്തി വെക്കരുത്, അപ്പോൾ അല്ലാഹു നിനക്ക് വിട്ടുതരാതെ അനുഗ്രഹങ്ങളും എണ്ണി തിട്ടപ്പെടുത്തി അവിടെ വെക്കുമെന്ന് അസ്മാ ബിൻത് അബീ ബക്കർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലുണ്ട്. പിടിച്ചു വെക്കുക എന്നതല്ല, അതേപോലെ അയച്ചുവിട്ട് മൊത്തം സമ്പത്ത് കൊടുക്കുക എന്നുള്ളതല്ല. വകാന ബൈന ദാലിക ഖവാമ, ഇടയിലുള്ള മാർഗം സ്വീകരിച്ച് അങ്ങോട്ട് സഹായിക്കാനും സ്വന്തത്തെ മറക്കാതിരിക്കാനും നോക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എന്തായിരുന്നാലും മുസ്ലിമിന് കൊടുക്കുന്ന ഒരു സന്തോഷം, മുസ്ലിമിന് കൊടുക്കുന്ന ഒരു പുഞ്ചിരി, മുസ്ലിമിന് കൊടുക്കുന്ന ഒരു ആശ്വാസം, അത് പരലോകത്ത് വലിയ മുതൽക്കൂട്ടാണ് എന്ന് ചിന്തിക്കുകയും അതിനനുസരിച്ച് നമ്മുടെ ജീവിതത്തിലെ പെരുമാറ്റങ്ങളെയും സ്വഭാവങ്ങളെയും മാറ്റി മുന്നോട്ട് പോവുകയും ചെയ്യണം. അല്ലാഹു തആല അത്തരം ആളുകളിൽ നമ്മൾ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സന്തോഷം പകരുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുക എന്നത് ഒരു മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും അധികം ആവശ്യമുള്ള സംഗതിയാണ്. മാനസികമായ ആരോഗ്യം വർദ്ധിക്കുന്നത് സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ വർദ്ധിക്കുമ്പോഴാണ്. ഈ ശാരീരികമായ രോഗങ്ങളായാലും മാനസികമായ രോഗങ്ങളായാലും അതൊക്കെ നെഗറ്റീവിൽ നിന്നാണ് ഉണ്ടാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. പോസിറ്റീവായി നിൽക്കാനും എല്ലാവരോടും ആരോടും ദേഷ്യമില്ലാതെ, ആരോടും പകയില്ലാതെ, ആരോടും ശത്രുതയില്ലാതെ എല്ലാവരോടും അവരുടെ തിന്മകൾ അല്ലാഹു നാളെ വിചാരണ ചെയ്യും. അതിനുള്ള പ്രതിഫലവും ശിക്ഷയും അല്ലാഹു കൊടുക്കും. അത് നോക്കാൻ ആരെ ഏൽപ്പിച്ചിട്ടില്ല, നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ഏതു മനുഷ്യനെ കണ്ടാലും അയാളുടെ ഒരു 3 ഗുണങ്ങൾ, 10 ഗുണങ്ങൾ, 5 ഗുണങ്ങൾ ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. ആരോട് ദേഷ്യം വെച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ആരോടും ദേഷ്യം വെച്ചിട്ടൊരു കാര്യവുമില്ല. എല്ലാവരുടെയും ദോഷം കാണുന്ന ദോഷൈക ദൃക്കുകളായ ഈച്ചകളെപ്പോലെ മാലിന്യത്തിൽ മാത്രം ഇരിക്കുന്ന ആളുകളുണ്ട്. സ്വഭാവം മാറ്റണം, പെരുമാറ്റം മാറ്റണം. എല്ലാവരുടെയും നന്മ കാണാൻ ഓരോരുത്തരും ത്യാഗികളാണ്. വസ്ത്രം ധരിക്കാൻ ത്യാഗമില്ലേ? ഉണ്ട്. ബാത്റൂമിൽ പോകാൻ ത്യാഗമില്ലേ? ഉണ്ട്. 3 നേരം ഭക്ഷണം കഴിക്കാൻ ത്യാഗമുണ്ട്, വസ്ത്രം ധരിക്കാൻ ത്യാഗമുണ്ട്, ഉറങ്ങാൻ ത്യാഗമുണ്ട്. ഈ ഒരു സമയത്ത് ഈ ചൂട് സഹിച്ച് ജീവിക്കാൻ ത്യാഗമില്ലേ? ത്യാഗികളല്ലാത്ത ഒരാളുമില്ല. അതുകൊണ്ട് ത്യാഗം ചെയ്യുന്നവരെ ബഹുമാനിക്കണം. ഒരു കുട്ടിയായാലും വലിയവനായാലും കൊടുക്കേണ്ട സ്ഥാനം എല്ലാവർക്കും കൊടുക്കുന്നവരായി മാറുക. ഞാൻ മേലെയാണ്, എൻ്റെ താഴെയാണ് എല്ലാവരും എന്ന ദുഷിച്ച സ്വഭാവം നമ്മിൽ നിന്ന് നീക്കിക്കളഞ്ഞാൽ തന്നെ നമുക്കെല്ലാവരോടും അയവോടുകൂടി, ആശ്വാസത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, പുഞ്ചിരിയോടുകൂടി, വിനയത്തോടുകൂടി, അഹങ്കാരമില്ലാതെ പെരുമാറാൻ സാധിക്കും. അങ്ങനെ പെരുമാറുന്ന ആളുകളിൽ ഉൾപ്പെടുമ്പോഴാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളായിട്ട് മാറാൻ നമുക്ക് സാധിക്കുക. അങ്ങനെയുള്ള മാനസിക വിശാലതയുണ്ടാകാൻ ധാരാളമായി പ്രാർത്ഥിക്കണം. ഫിറഔൻ ലഅനത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് മൂസ അലൈഹിസ്സലാം പോകുമ്പോൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന, റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി. ആരോട് സംസാരിക്കാൻ പോകുമ്പോഴും, കൽപ്പിച്ചുകൂട്ടി സംസാരിക്കാൻ പോകുമ്പോൾ ഹംദും സലാത്തും മനസ്സിൽ ചൊല്ലുക. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി എന്ന പ്രാർത്ഥന ചൊല്ലുക. എന്നിട്ട് ആരോട് സംസാരിച്ചാലും ആശ്വാസത്തിൻ്റെ വാക്കേ നാവിൽ നിന്ന് വരികയുള്ളൂ. 2 പേർ സംസാരിക്കുമ്പോൾ ആശ്വാസമില്ലാത്ത വാക്ക് പറയാൻ കാരണം പിശാചിൻ്റെ സ്വാധീനമാണ്. പിശാചിന് നമ്മുടെ മേൽ പിശാചിൻ്റെ സ്വാധീനമുണ്ടെങ്കിൽ എല്ലാവരെയും വെറുപ്പിക്കുന്ന വർത്തമാനം പറയാൻ
തിരുത്താനാണ് നമ്മുടെ നാവ് വെമ്പുക, നമ്മുടെ മനസ്സ് വെമ്പുക. ആരെയും തിരുത്താം, പക്ഷേ തിരുത്തുന്നതിന് മുമ്പ് അയാളുടെ 3-4 ഗുണങ്ങൾ പറഞ്ഞ് പിന്നെ അയാളുടെ ദോഷത്തെ സൂചിപ്പിക്കുക മാത്രം ചെയ്ത്, മറിച്ച് ആര് മാറാനും അവരുടെ ദോഷത്തെ പർവ്വതീകരിക്കുകയും നിനക്കിങ്ങനെ ഒരു ദോഷമുണ്ടെന്ന് ചീത്ത പറയുകയും ചെയ്യുന്ന സ്വഭാവത്തിൽ നിന്ന് രക്ഷിതാക്കളാണെങ്കിലും മക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നാട്ടുകാരാണെങ്കിലും പെരുമാറുന്ന സമയത്ത് അവരെക്കുറിച്ച് നല്ലത് പറയാനും എന്നിട്ട് മാറേണ്ട ഭാഗത്ത് സൂചിപ്പിക്കാനും സാധിക്കുകയാണെങ്കിൽ അതാണ് ഉത്തമ സൽസ്വഭാവത്തിൻ്റെ ഏറ്റവും നല്ല മാതൃകയെന്ന് മനസ്സിലാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തിൻ്റെ മാതൃക സ്വീകരിച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. എല്ലാവർക്കും സന്തോഷം കൊടുക്കുന്ന, സന്തോഷം വിതരണം ചെയ്യുന്ന, എല്ലാവരിൽ നിന്നും സന്തോഷം ഏറ്റുവാങ്ങുന്ന ആളുകളായിട്ട് മാറണം. അത്തരം ആളുകളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു തആല അർഹമായ പ്രതിഫലവും ശിഫാവും ആജിലും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു തആല പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചു പോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്.